ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ലീഡ്സ് അക്കാദമി ട്യൂഷൻസിൻ്റെ ഈ വർഷത്തെ മാത്സിൻ്റെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. നമ്മുടെ സിലബസൊക്കെ മാറി പുതിയ സിലബസ് പ്രകാരം കുറേ കൂട്ടിച്ചേർക്കലുകളും പാഠങ്ങളുടെ എണ്ണമൊക്കെ കഴിഞ്ഞ വർഷത്തേനെ അപേക്ഷിച്ച് ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ ചോദ്യങ്ങളുടെ എണ്ണം അതിനനുസരിച്ച് തന്നെ കൂടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗവൺമെൻറ് എടുത്തിരിക്കുന്ന കുറച്ച് എന്താണ് രീതികളുണ്ട്, അല്ലെങ്കിൽ നടപടികളുണ്ട്, കുറച്ചും കൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും നല്ല കാര്യം തന്നെയാണ്. അതിൽ പ്രകാരം നമുക്ക് നമ്മുടെ സിലബസിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തെ പാഠം മാത്സിൽ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തന്നെ വന്നിട്ടുണ്ട്. ഒരു പാഠമായിരുന്നു സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നത്. പക്ഷേ അത് 2 ചാപ്റ്റർ ആയിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്ററും ഇനി വരാൻ പോകുന്ന 3ാമത്തെ ചാപ്റ്ററും സമാന്തര ശ്രേണികൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? കൂടുതൽ പറഞ്ഞ് സമയമൊന്നും കളയുന്നില്ല, നേരെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഈ വർഷത്തെ ഫസ്റ്റ് ചാപ്റ്റർ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ്. എന്താണ് സീക്വൻസ്? വളരെ സിമ്പിളാട്ടോ. ലീഡ്സ് അക്കാദമിയുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കേട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക്, നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇപ്രാവശ്യം എന്ത് ചെയ്യാം, സ്കോർ ചെയ്യാം. തുടക്കം തൊട്ട് ഒടുക്കം മുതൽ വരെ നിങ്ങൾ ലീഡ്സിൻ്റെ കൂടെ ഉണ്ടായിരിക്കില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അത് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പോൾ സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് അരിത്തമെറ്റിക് സീക്വൻസ്? നോക്കണം, ഞാനൊരു സീക്വൻസ് വെറുതെ എഴുതുകയാണ് കേട്ടോ. ബാക്കി നിങ്ങൾ പറയണം, നിങ്ങൾ എന്നോട് പറഞ്ഞു തരണേ. ഞാനൊരു നമ്പർ എഴുതുകയാണ്, 2, 4, 6. ബാക്കി പറ, ബാക്കി ഏതാ വരിക? യെസ്, 8. പിന്നെയോ? യെസ്, പറയൂ 10, 10, 12, 14 അല്ലേ? ഇന്ന് ഇഷ്ടം പോലെ പറയും. 16, 18, 20, 22, 30 ഇഷ്ടം പോലെ പറയും അല്ലേ? കാരണം ഇത് ഒരു ശ്രേണിയാണ്, ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. ഇനി ഞാൻ വേറെ പറയട്ടെ. 5, അടുത്തത് 10 എന്ന് ഞാൻ എഴുതി. അടുത്ത പറഞ്ഞേ എത്രയാ? 15. പിന്നെയോ? 20. പറഞ്ഞു, കറക്റ്റാണ്. 25. പിന്നെ എത്രയാണ്? 30, എക്സെട്ര. എത്ര വേണമെങ്കിലും നമ്മൾ ഇനി പറയൂ അല്ലേ? 35, 40, 45, 50, 55 എന്നൊക്കെ ഇഷ്ടം പോലെ നമ്മൾ പറയും. കാരണം നമുക്കിനി ബാക്കി ഇതെങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറയുന്നത്. വേറൊരു കാര്യം എഴുതട്ടെ, ഞാൻ ഇതെവിടെ എഴുതാണ്? 10. അടുത്ത എത്രയാ? 20, 30. ഇത്രയും ഞാൻ എഴുതി. ബാക്കി 3 ടേമുകളൊന്നും എഴുതിക്കേ. 3 ടേമുകൾ എന്ന് പറഞ്ഞാൽ അടുത്ത 3 എഴുതിക്കേ. എഴുതിയോ? എത്രയാ? 40, 50, 60 അല്ലേ? ഇനിയും എത്ര എണ്ണം എഴുതണം എന്ന് പറഞ്ഞാലും നമ്മൾ നല്ല പുഷ്പം പോലെ എഴുതും അല്ലേ? ഉറപ്പായിട്ടും എഴുതും. എനിക്കറിയാം നിങ്ങൾ എഴുതുന്നുള്ള കാര്യം അറിയാം. ഓക്കെ, കാരണം നമ്മൾക്ക് ഇത് എഴുതേണ്ട ആ ഒരു നിയമം നമുക്കറിയാം അല്ലേ? 10 കൂട്ടിയാണ് എഴുതിയത്. അതുകൊണ്ട് 10, 20, 30, 40, 50, 60 എത്ര വേണേലും എഴുതും. മേളിൽ 2, 4, 6, 8 എത്ര വേണേലും എഴുതും. അപ്പോൾ ഒരു പ്രത്യേക നിയമം അനുസരിച്ച് ഇങ്ങനെ എഴുതി പോകുന്ന നമ്പറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി. നമ്മൾ പാറ്റേൺ എന്നൊക്കെ പറയില്ല, ഓഫ് കോഴ്സ്. ഓക്കെ, അതിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണി. എന്തായാലും ഞാനിവിടെ എഴുതിയതൊക്കെ സമാന്തര ശ്രേണി തന്നെയാണ് കേട്ടോ. എന്താ സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇതെല്ലാം സീക്വൻസ് ആണ്. ഞാൻ വേറൊരു സീക്വൻസ് എഴുതട്ടെ. ഇവിടെ നോക്കണേ. 1, 2, 4, 7. അടുത്തൊരു സീക്വൻസ് പറയാൻ പറ്റുമോ? അല്ല, അടുത്ത സീക്വൻസ് അല്ല, അടുത്ത ടേമുകളൊന്ന് ആലോചിച്ച് നോക്കാവോ? പറയാൻ പറ്റുമോ? എങ്ങനെയാ വരിക? ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? 1, 1, 2 അല്ലേ? 1, 1, 2. ഒരു സെക്കൻഡ്. ഓക്കെ, 1, 1, 2. പിന്നെ 2, 2, 4, 4, 3, 7. അടുത്തത് നിങ്ങൾക്ക് പറയാം. എത്രയായിരിക്കും? 1, 2, 3 ആണ് കൂട്ടിയത്. അടുത്ത 4 ആയിരിക്കും. 7, 4, 11, 11 അല്ലേ? അടുത്ത നമ്പർ ഏതായിരിക്കും? 11. 4 വരെ കൂട്ടി അടുത്ത ഏതായിരിക്കും? 5 ആയിരിക്കും. 11, 5
നമ്മൾ 16 എന്ന് എഴുതും. അടുത്ത ടൈം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് കൂട്ടും? 1, 2, 3, 4, 5 വരെ എഴുതി. അടുത്ത എന്തായിരിക്കും? തീർച്ചയായിട്ടും നിങ്ങൾ 6 ആയിരിക്കും കൂട്ടുക അല്ലേ? 16 6 22. അങ്ങനെ ഇനി എത്ര വേണമെങ്കിലും എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സിമ്പിളായിട്ട് എഴുതി പോവില്ലേ? അപ്പോൾ ഇതും എന്താണ്? ഒരു സീക്വൻസ് ആണ്. ഇതും ഒരു സീക്വൻസ് ആണ്, ശ്രേണിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്നതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇത് സീക്വൻസ് ആണ്, പക്ഷേ ഇത് എന്തല്ല? ഇത് സമാന്തര ശ്രേണി അല്ല, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ മക്കളെ, അരിത്തമെറ്റിക് സീക്വൻസ് വളരെ സിമ്പിളാണ്. നമ്മൾ ഈ എഴുതി വെച്ച ഈ സാധനമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. എന്താ സമാന്തര ശ്രേണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കണേ, നമ്മൾ ഒരു നമ്പറിൽ തുടങ്ങി, ഇപ്പോൾ 2ൽ തുടങ്ങി, എന്നിട്ട് നോക്ക് 2ഉം 2ഉം 4ഉം 2ഉം 6ഉം 2ഉം 8. എന്താ ചെയ്തിരിക്കുന്നത്? ആവർത്തിച്ച് ഒരേ നമ്പർ തന്നെയാണ് നമ്മളിവിടെ എന്ത് ചെയ്തേക്കുന്നത്? കൂട്ടി പോയിരിക്കുന്നത് ആണോ? 2ഉം 2ഉം 4ഉം 2ഉം 6ഉം 2ഉം 8ഉം, ഇനി കൂട്ടിക്കഴിഞ്ഞാൽ 8ഉം 2ഉം നമ്മൾ എന്ത് എഴുതും? 10 നമ്മൾ എഴുതും അടുത്തത് അല്ലേ? അടുത്തത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? 2 കൂട്ടും. നോക്കിക്കേ, ഇവിടെ എന്താ ചെയ്തത്? ഒരേ നമ്പർ തന്നെ നമ്മൾ ആവർത്തിച്ച് കൂട്ടി എഴുതുകയാണ് ചെയ്തത് ആണോ? ഒരേ നമ്പർ തന്നെ. ഏത് നമ്പർ? 2 എന്ന് പറയുന്ന ഈ നമ്പർ നമ്മൾ ഓരോ സ്ഥലത്തും ആവർത്തിച്ച് നമ്മൾ എന്ത് ചെയ്തു? കൂട്ടി എഴുതി. ഇങ്ങനെ ഒരു നമ്പറിൽ തുടങ്ങിയിട്ട് സെയിം നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൂട്ടി എഴുതുകയാണെങ്കിൽ ആ സീക്വൻസിനെയാണ്, ആ ശ്രേണിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? എങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞാൽ ഒരു നമ്പറിൽ തുടങ്ങും, എന്നിട്ട് എന്ത് ചെയ്യും? പ്രത്യേകിച്ച് വേറൊരു നമ്പർ വീണ്ടും ആവർത്തിച്ച് കൂട്ടി എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ കണ്ടോ, 2ൽ തുടങ്ങി 2 കൂട്ടി എഴുതി. എപ്പോഴും 2 തുടങ്ങിയിട്ട് 2 തന്നെ കൂട്ടി പോകണമെന്നില്ല കേട്ടോ. ഇത് കണ്ടോ, ഞാൻ വേറൊരു സീക്വൻസ് എഴുതട്ടെ. ഞാൻ എഴുതുകയാണേ, 4 എന്ന് എഴുതി. ഓക്കെ, 4 എന്ന് പറയുന്ന 4. ഓക്കെ, ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു? 3 എന്ന് പറയുന്ന നമ്പർ കൂട്ടുകയാണ്. 4ഉം 3ഉം 7, 7ഉം 3ഉം 10, 10ഉം 3ഉം 13, 13ഉം 3ഉം 16. ഇതെന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. കാരണം ഞാൻ ഏതിൽ തുടങ്ങി? ഞാൻ തുടങ്ങിയത് ഏതിലായിരുന്നു? 4 തുടങ്ങി. പക്ഷെ ഞാൻ പിന്നീട് എപ്പോഴും ഞാൻ ഏത് നമ്പർ ആവർത്തിച്ച് കൂട്ടിയത്? 3 കൂട്ടിപ്പോയി. അങ്ങനെയെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നമ്മൾ നേരത്തെ എഴുതിയത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അല്ല. കാരണം എന്താ? ഇവിടെ ആവർത്തിച്ച് ഒരു നമ്പർ അല്ല കൂട്ടിയത്. ഇവിടെ നമ്മൾ 1 കൂട്ടി, ഇവിടെ 2 കൂട്ടി, പിന്നെ 3 കൂട്ടി, 4 കൂട്ടി, 5 കൂട്ടി, 6 കൂട്ടി. വേറെ നമ്പറാണ് കൂട്ടിയത്. ഓക്കെ, ഒരേ നമ്പറാണ് ആവർത്തിച്ച് കൂട്ടി എഴുതുന്നതെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. പുരിഞ്ചിതാ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇതൊക്കെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇനി അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് നമുക്ക് മെയിനായിട്ട് 2 പേരെ വേണം. ഓക്കെ, അതിൽ ഒരാളാണ് ഫസ്റ്റ് ടേം, അടുത്തയാളാണ് കോമൺ ഡിഫറൻസ്. ഈ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും ഉണ്ടെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസിലെ മിക്കവാറും എല്ലാ കണക്കുകളും നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് അങ്ങ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേം, ആദ്യ പദം. ഓക്കെ, 11 ഏതാണ് അവൻ? നോക്കാം. ഫസ്റ്റ് ടേം ഇപ്പം മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആദ്യ പദം. ഇതിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എഫ് ആണ്. എന്താണ്? സ്മോൾ ലെറ്റർ എഫ് ആണ് ഫസ്റ്റ് ടേമിന്, ആദ്യ പദത്തിനെ സൂചിപ്പിക്കുന്ന ലെറ്റർ. ഇംഗ്ലീഷ് മീഡിയം ആണെങ്കിലും മലയാളം മീഡിയം ആണെങ്കിലും. അടുത്തയാളാണ് പൊതുവ്യത്യാസം. വ്യത്യാസം. കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഇവരെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഇവിടെ സ്മോൾ ലെറ്റർ ഡി. അവരെ സൂചിപ്പിക്കുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ ഡി, പൊതുവ്യത്യാസം. ഇനി ആരാണ് ഫസ്റ്റ് ടേം, ആരാണ് കോമൺ ഡിഫറൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ടേം സിമ്പിൾ
കണ്ണ് കാണുന്നവനൊക്കെ എഴുതാൻ പറ്റുന്ന സാധനം. ഈ സീക്വൻസ് ഫസ്റ്റ് ടൈം ഏതാ? 2. ഫസ്റ്റ് ടൈം ഏതാണ്? 2. ആദ്യത്തെ പദം ഫസ്റ്റ് ടൈം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഒന്നാമത്തെ സീക്വൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടുത്തെ നമുക്ക് ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എത്രയാ? സോറി, ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് f is equal to 2. ഓക്കെ, ഈ 4, 7, 10, 13, 16 എന്ന് പറയുന്ന സീക്വൻസിൽ ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 2. കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി ചെയ്ത് നോക്കാം. ഓക്കെ, കാണാലോ. ദെൻ അടുത്ത നോക്കാം. ഇനി നമ്മൾ പറഞ്ഞു വന്നയാൾ അതൊന്നും അല്ലല്ലോ. എന്താണ് കോമൺ ഡിഫറൻസ്? എന്താണ് കോമൺ ഡിഫറൻസ്? ഇവിടെ നോക്കിക്കേ, ഞാൻ ഈ 2 സംഖ്യകൾ എടുക്കുകയാണ്. ഏതൊക്കെ എടുക്കുന്നത്? 6ഉം അതുപോലെ തന്നെ 4ഉം എടുക്കുകയാണ്. 6ൽ നിന്ന് 4 കുറച്ചാൽ എനിക്ക് എത്ര കിട്ടും? 6 കുറയ്ക്കണം 4 എത്രയാ? 2 ആണോ? ഞാൻ വെറുതെ എടുക്കുകയാണ്. ഈ 4ഉം ഈ 2ഉം എടുക്കുകയാണ്. 4ൽ നിന്ന് ഞാൻ ഈ 2 കുറച്ചു, എനിക്ക് എത്ര ആൻസർ കിട്ടി? 2. ഞാൻ എന്താ ചെയ്തേ? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം എന്ത് ചെയ്തു? കുറച്ചു. ഒന്നുകൂടി ഓക്കെ, എന്ത് ചെയ്താ? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം കുറച്ചു. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടി. ഇവിടെയും 2 കിട്ടി, ഇവിടെയും 2 കിട്ടി. കിട്ടിയോ? അപ്പോൾ 11 വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടാ ഒരേ നമ്പർ കൂട്ടി 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 എഴുതി പോണേന്ന്. ആ കൂട്ടി കൂട്ടി എഴുതി പോകുന്ന നമ്പറിനെയാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഈ പേരിലൊരു ഡിഫറൻസ് ഉണ്ടല്ലോ, ഡിഫറൻസ് അല്ലെങ്കിൽ വ്യത്യാസം. എന്താ ഡിഫറൻസ്, വ്യത്യാസം എന്ന് പറഞ്ഞാൽ? കുറച്ചാൽ കിട്ടുന്ന ഉത്തരത്തിനെയാണ് നമ്മൾ ഡിഫറൻസ് എന്ന് പറയുന്നത്. കൂട്ടിയാൽ കിട്ടുന്നതിനെ നമ്മൾ എന്ത് പറയും? സം എന്ന് പറയും, അല്ലേ? തുക എന്ന് പറയും. അപ്പോൾ കുറച്ചാൽ കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് നോക്കിയാൽ ഞാൻ ഇത് 2 കുറച്ചപ്പോഴും എനിക്ക് 2 കിട്ടി, ഇത് 2 കുറച്ചപ്പോഴും 2 കിട്ടി. ഇനി ഞാൻ 8ൽ നിന്ന് 6 കുറച്ചാലും എനിക്ക് എന്ത് കിട്ടും? 2 കിട്ടും. 10ൽ നിന്ന് 8 കുറച്ചാലും എനിക്ക് എന്ത് കിട്ടും? 2 കിട്ടും. ഒരേ ഡിഫറൻസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? കോമൺ ഡിഫറൻസ്. പൊതുവ്യത്യാസം, ഒരേ വ്യത്യാസം, പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ്. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സീക്വൻസിൽ കോമൺ ഡിഫറൻസ് d is equal to എത്ര എന്ന് എഴുതാം? 2 എന്ന് എഴുതാം, അല്ലേ? d is equal to 2 എന്ന് എഴുതാം പറ്റില്ലേ? ദെൻ ഇനി രണ്ടാമത്തെ സീക്വൻസ് നോക്കും. നമ്മുടെ രണ്ടാമത്തെ സീക്വൻസ് ഈ രണ്ടാമത്തെ സീക്വൻസ് ഇതിലെ ഫസ്റ്റ് ടൈം എഴുതി. നമ്മൾ ഫസ്റ്റ് ടൈം എത്രയാണ് എഴുതിയത്? ഫസ്റ്റ് ടൈം നമ്മൾ എഴുതി എത്രയാണ്? 2 ആണ്, അല്ലല്ലോ? സോറി, ഫസ്റ്റ് ടൈം എത്രയാണ് ഇവിടെ? രണ്ടാമത്തെ സീക്വൻസ്. അയ്യോ, ഞാൻ അവിടെ പോയിട്ട് 2 എന്ന് എഴുതിയത്, നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. f is equal to ഇവിടെ ഫസ്റ്റ് വെട്ടികളാ. ഇവിടുത്തെ ഫസ്റ്റ് ടൈം എത്രയാ? 4 അല്ലേ? ഫസ്റ്റ് ടൈം 4. ഞാൻ മേടുത്ത് നോക്കി എഴുതിയത്. ഫസ്റ്റ് ടൈം 4. ദെൻ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എത്രയാ? 7 കുറയ്ക്കണം 4. എത്രയാ 7ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ? നമ്മൾ എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക എപ്പോഴും അങ്ങനെ കേട്ടോ. തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം എന്ത് ചെയ്യുക? കുറയ്ക്കുക. അപ്പോൾ നമ്മൾ 7 കുറയ്ക്കണം 4 എത്ര കിട്ടി നമുക്ക്? 3 എന്ന് കിട്ടി. കിട്ടിയില്ലേ? 10 കുറയ്ക്കണം 7 കുറച്ച് നമുക്ക്. 10 കുറയ്ക്കണം 7 എത്ര കിട്ടും? 3 എന്ന് കിട്ടും. ഇനി അതേപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് 13 കുറയ്ക്കണം 10 എത്ര കിട്ടും? 3 അല്ലേ? ഡിഫറൻസ് സെയിം ആണ്, കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സീക്വൻസിൻ്റെ ശുഭനക്ഷത്രത്തിൽ നമ്മൾ എഴുതിയ 4, 7, 10, 13, 16 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? d is equal to എത്രയാ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് is equal to 3. ഓക്കെ, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആദ്യം അറിയാമെങ്കിൽ എഴുതി വെക്കേണ്ട 2 ആൾക്കാരുണ്ട്, മറക്കരുത്. നമ്മുടെ ഇടവും വലവും നിൽക്കേണ്ട 2 പടയാളികളാണ് അവന്മാർ. ആരുടെ ഇടവും വലവും? എൻ്റെ അല്ല, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമാന്തര ശ്രേണിയുടെ. ആരൊക്കെ? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ്. ആരൊക്കെ? ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും. അങ്ങനെയെങ്കിൽ ഞാനൊരു സീക്വൻസ് തരട്ടെ, അതിൻ്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാവോ? ആദ്യ പദവും പൊതുവ്യത്യാസവും. ഓക്കെ, നമുക്ക് നോക്കാം ആദ്യ പദവും പൊതുവ്യത്യാസവും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, അതിനോടാക്കട്ടെ. അപ്പോൾ ഞാനൊരു സീക്വൻസ് തരാണേ. സീക്വൻസ് ഓക്കെ 5 What is the first term and common difference of this sequence? 5, 9, 13. 5, 9, 13ന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും എത്രയാണ്? ഫസ്റ്റ് ടൈം പറ. ഫസ്റ്റ് ടൈം എത്രയായിരിക്കും?
ആദ്യം കാണുന്നതന്നെ അല്ലേ, ഫസ്റ്റ് ടൈം ഈസ് ഈക്വൽ ടു 5. കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം എങ്ങനെ കണ്ടുപിടിക്കാം? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം നമുക്ക് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. തൊട്ട് മുന്നത്തെ ടൈം 9, 9ൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4. രണ്ടെണ്ണമെങ്കിലും ചെയ്ത് നോക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ നമുക്ക് തരുന്ന സീക്വൻസ് എന്താകണമെന്നില്ല, അരിത്തമെറ്റിക് സീക്വൻസ് ആകണമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. 13 - 9 എത്ര കിട്ടി? 13. തൊട്ട് മുന്നത്തെ പുറകിലെ കുറച്ചടാ. 13ൽ നിന്ന് 9 കുറച്ചു 4, 9ൽ നിന്ന് 5 കുറച്ചു 4. സോ നമുക്ക് എന്തെഴുതാം? D = 4. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 എന്ന് എഴുതാം. അപ്പം നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇതാ ഒരു സീക്വൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. ചോദ്യം നോക്ക്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 ആൻഡ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് ദ റിമൈൻഡർ 2 ഓൺ ഡിവിഷൻ ബൈ 3. രണ്ടെണ്ണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 3 കൊണ്ട് ഹരിച്ചാൽ 1 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യകളുടെയും ശ്രേണികൾ എഴുതുക. 2 ചോദ്യമാണ്. ഓക്കെ, ഒന്നാമത്തെ നമുക്ക് ചെയ്ത് നോക്കാം. ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലിറ്റ്സ് അക്കാദമിയിലൂടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവുകയല്ല ചെയ്യുന്നത്, അതിനകത്തുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1. ഇങ്ങനത്തെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു സീക്വൻസ് എഴുതണമെങ്കിൽ 2 പേരെ വേണം. ഞാൻ നേരത്തെ പറഞ്ഞു ആരൊക്കെയാ 2 പേര്? ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും. ഓക്കെ, അവന് നമുക്ക് ആദ്യം എഴുതി വയ്ക്കാം. ആദ്യത്തെ സീക്വൻസ് ആണ് എഴുതുന്നത്. അതിൽ നമുക്ക് ആരെ വേണം? ഫസ്റ്റ് ടൈമിനെ വേണം. പിന്നെ നമുക്ക് ആരെ വേണം? കോമൺ ഡിഫറൻസിൻ്റെ പൊതു വ്യത്യാസം എത്രയാണെന്ന് വേണം. 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? റിമൈൻഡർ കണ്ടോ? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1. ശിഷ്ടം 1 ലഭിക്കുന്നത്. മക്കളെ, ഇങ്ങനത്തെ ചോദ്യം ഉണ്ടെങ്കിൽ വെറുതെ തല പുണ്ണാക്കി സമയമെടുത്ത് നിങ്ങൾ ചെയ്യൊന്നും വേണ്ട. റിമൈൻഡർ ഏതാണോ അതാണ് ഫസ്റ്റ് ടൈം. ഇവിടെ റിമൈൻഡർ എത്ര വേണം എന്നാണ് പറഞ്ഞേക്കുന്നത്? ശിഷ്ടം എത്ര വരണം? 1 വരണം. അങ്ങനെയെങ്കിൽ ഒന്നും നോക്കണ്ട, ഫസ്റ്റ് ടൈം എത്രയാണ്? 1 ആണ്. ശിഷ്ടം എത്രയാണ്? ഞാൻ ട്രിക്കാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. റിമൈൻഡർ എത്രയാണോ വരുന്നത് അതാണ് ഫസ്റ്റ് ടൈം. ഇനി കോമൺ ഡിഫറൻസ് ഏത് നമ്പർ കൊണ്ടാണോ ഹരിക്കാൻ പറയുന്നത്? ഏത് സംഖ്യ കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞത്? 3 കൊണ്ട് അല്ലേ? ആണോ? ഏതാണ്? റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് ഹരിക്കുമ്പോൾ കണ്ടോ? 3 കൊണ്ട് ഹരിച്ചാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് നമ്പറും കൊണ്ടാണോ ഡിവൈഡ് ചെയ്യാൻ പറയുന്നത് ആ നമ്പർ കോമൺ ഡിഫറൻസ് ആയിട്ട് കണക്കാക്കിയാൽ മതി. ആ നമ്പർ എന്തായി? പൊതുവ്യത്യാസമായിട്ട് കണക്കാക്കിയാൽ മതി. ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസ് കിട്ടണമെങ്കിൽ സീക്വൻസ് നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ സീക്വൻസ് എഴുതാം? ഫസ്റ്റ് ടൈം ആദ്യ പദം 1, അടുത്ത ടൈം കിട്ടണമെങ്കിൽ പൊതുവ്യത്യാസം കൂട്ടി കൂട്ടി പോയാൽ പോരെ? 1ഉം 3ഉം എത്രയാ? 4, 4ഉം 3ഉം 7, 7ഉം 3ഉം 10 എക്സെട്രാ. അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പറയുമ്പോൾ മിനിമം 3 ടൈമെങ്കിലും എഴുതിക്കോളാം. നമ്മൾ 4 അങ്ങോട്ട് എഴുതി 4 എഴുതിയെന്നോർത്ത് നമുക്ക് വലിയ നഷ്ടമൊന്നും വരാൻ പോകണില്ലല്ലോ. ഓക്കെ, കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ദെൻ അടുത്തത് നോക്കിയേ, അടുത്ത എഴുതിക്കേ. 2 ശിഷ്ടം വരുന്ന എണ്ണൽ സംഖ്യ ഏതുകൊണ്ട്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ തന്നെ കേട്ടോ. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ 2 റിമൈൻഡർ വരുന്ന സീക്വൻസ് ശ്രേണി എഴുതാനാണ് പറഞ്ഞത്. അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിക്കേ. ഹെൽപ്പ് വേണം തീർച്ചയായിട്ടും, നമ്മൾ എന്തായാലും ചെയ്യൂലേ. ഓക്കെ, വെൽ എഴുതി കഴിഞ്ഞ് അറിയുന്നവർ എഴുതിക്കൊള്ളണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈം റിമൈൻഡർ എത്രയാണ് വരേണ്ടത്? ശിഷ്ടം എത്ര വരുന്നു അതാണ് ഫസ്റ്റ് ടൈം. ശിഷ്ടം 2 വരാനാണ് പറഞ്ഞത് അല്ലേ? അപ്പം ആദ്യ പദം F = 2. ഇനി ഏതും കൊണ്ട് ഹരിക്കുമ്പോഴെന്നാണ് പറഞ്ഞത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 3. കോമൺ ഡിഫറൻസ് = 3. കിട്ടിയില്ലേ? ഇനി സീക്വൻസ് എഴുതിക്കൂടെ? എന്താ കുഴപ്പം? ഫസ്റ്റ് ടൈം കോമൺ ഡിഫറൻസും കിട്ടിയെങ്കിൽ സുഖമായിട്ട് നമ്മൾ സീക്വൻസ് എഴുതും. 2, 2ഉം 3ഉം 5, 5ഉം 3ഉം 8, 3ഉം 11 എക്സെട്രാ അല്ലേ? 2, 5, 8, 11, 11 + 3 14 + 3 17 + 3 20 എക്സെട്രാ ആൻഡ് സോ ഓൺ. ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ വേണ്ടി പറ്റും.
ക്ലിയർ അല്ലേ? ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോകാം. ഓക്കെ, ചോദ്യം നോക്കുക. ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ഓഫ് ദ ടൈംസ് ആർ നോട്ട് റിട്ടൺ ബട്ട് ഇൻഡിക്കേറ്റഡ് ബൈ സർക്കിൾ. ഫൈൻഡ് ഔട്ട് ദീസ് നമ്പേഴ്സ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ സമാന്തര ശ്രേണിയിലും ചില സംഖ്യകൾ എഴുതിയിട്ടില്ല. അവയുടെ സ്ഥാനം ഒരു സർക്കിൾ ഉപയോഗിച്ചൊരു വട്ടം ഉപയോഗിച്ചിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. ഈ സംഖ്യകൾ കണ്ടുപിടിക്കുക. ഓക്കെ, അവിടെ ഒന്നാമത്തെ ആളെ നോക്കിക്കേ. ഏതാ? 24, 42. അടുത്തടുത്ത രണ്ട് നമ്പറുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവ്യത്യാസം കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഫസ്റ്റ് ടൈം അവിടെ 24 ആണ്, അവിടെ കിടക്കട്ടെ. ഇത് നമുക്ക് എങ്ങനെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം? എങ്ങനെയാണ് നമ്മൾ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? തൊട്ട് മുന്നിലത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം എന്ത് ചെയ്യും? കുറയ്ക്കുവാണോ? തൊട്ട് മുമ്പിലത്തെ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും? പുറകിലെ ടൈം കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കും? എങ്ങനെ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? 42 ഇവിടെ എഴുതട്ടെ. റഫ് വർക്കൊക്കെ നമുക്ക് കൂടെ ചെയ്യാം. 42 മൈനസ് 24, 42 24 കുറച്ചാൽ മതി. തൊട്ട് മുന്നിലത്തെ 42 ആണ്. അതിൽ നിന്ന് 12 കുറയ്ക്കാം, 24 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 2 4 കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് ഒരാളെ കടമെടുക്കാം. 12 ഇവിടെ എത്രയായി? 3 ആണോ? ദെൻ 12 4 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. 3 2 കുറച്ചാൽ നമുക്ക് 1 കിട്ടും. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 18. ഈ 18 എന്ന് പറഞ്ഞ സാധനം എന്താണ്? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം. അതായത് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഡി എത്രയാണെന്ന് നമുക്ക് കിട്ടി? ഡി ഈസ് ഈക്വൽ ടു 18 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത രണ്ട് ടേമുകളാണ് നമ്മൾ എഴുതേണ്ടത്. അവിടെ രണ്ട് സ്ഥലത്താണ് സർക്കിൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത രണ്ട് ടേമുകൾ നമുക്ക് എഴുതിക്കൂടെ? എങ്ങനെ എഴുതാം? 42ഉം 18ഉം കൂട്ടി നോക്കിക്കോന്നേ, ഒരു പ്രശ്നവും ഇല്ല. 42ഉം 18ഉം കാൽക്കുലേറ്റർ ഉപയോഗിക്കാണ്ട് ഇങ്ങനെ വേണമെങ്കിലും കൂട്ടിക്കോളൂ. ഇങ്ങനെ ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ എന്നില്ല, ഇതിൻ്റെ ആൻസർ കിട്ടിയാൽ മതി. ഓക്കെ, ഞാൻ ലീഡ്സ് അക്കാദമിയിൽ നമ്മളെല്ലാം പക്ക ചെയ്തു പോകും കേട്ടോ. കാരണം ഈ വീഡിയോ കാണുന്ന ആൾക്കാർ മാത്സിന് എല്ലാവരും ഭയങ്കര ബ്രില്യൻ്റ് ആയിരിക്കണം എന്നില്ല. മാത്സിൻ്റെ ബേസിക്കിൽ തന്നെ പ്രോബ്ലം ഉള്ളവരുണ്ടാവും. അപ്പോൾ എല്ലാവരെയും കൂട്ടുപിടിച്ച് ഒരുമിച്ചാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് എല്ലാ പ്രോബ്ലംസും നമ്മൾ എല്ലാ കാര്യങ്ങളും ഓക്കെ നമ്മൾ എന്ത് ചെയ്യും? ബോർഡിൽ തന്നെ ചെയ്യും കേട്ടോ. അപ്പം 8ഉം 2ഉം 10, 10ന് 0 ശിഷ്ടം 1 അല്ലേ? ക്യാരിങ് റിമൈൻഡർ 1. 4 1 5 1 6. നമുക്ക് എന്ത് കിട്ടി? 60 എന്ന് കിട്ടി. അപ്പോൾ നെക്സ്റ്റ് ടൈം എത്രയാണ്? നെക്സ്റ്റ് ടൈം നമുക്ക് 60 എന്ന് കിട്ടി. ഇനി അടുത്ത ടൈം എന്ത് ചെയ്യണം? 60ൻ്റെ കൂടെ വീണ്ടും 18 കൂട്ടണം അല്ലേ? 60ൻ്റെ കൂടെ 18 കൂട്ടി എത്രയാ? 78 അല്ലേ? 60 10 78 78. അതങ്ങനെ ചെയ്യാനുള്ളത് കൊണ്ടാണ് എഴുതി കൂട്ടാതിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സർക്കിളിലുള്ള രണ്ട് നമ്പറുകളും ഇവിടെ കിട്ടിയില്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു ചോദ്യം നോക്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാം? ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ സംഭവം വളരെ എളുപ്പമാണ് കേട്ടോ. ഇവിടെ നോക്ക്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 24 തന്നിട്ടുണ്ട്, 42 തന്നിട്ടുണ്ട്. തൊട്ടപ്പുറത്തും അറിയില്ല, തൊട്ടിപ്പുറത്തും അറിയില്ല. ഓക്കെ, അപ്പുറത്തേക്ക് നമുക്കറിയാം. ഇതേ സാധനം തന്നെയാണിത് അല്ലേ? 24 42, തൊട്ടപ്പുറത്ത് ഏതാ? 60. അങ്ങനെയെങ്കിൽ തൊട്ടു പുറകിലുള്ള നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? തൊട്ടു മുമ്പോട്ട് നമ്മൾ പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കൂട്ടി പോവാണ് ചെയ്തത്. അപ്പോൾ പുറകോട്ടേക്കായിരിക്കണം എന്താ ചെയ്യുക? മുന്നോട്ടേക്ക് 2ഉം 2ഉം 4ഉം 2ഉം 6ഉം 2ഉം കൂട്ടി പോയി. അങ്ങനെയെങ്കിൽ പുറകോട്ടേക്കാണെങ്കിൽ എന്താ ചെയ്യുക? കുറയ്ക്കും. ഉറപ്പല്ലേ? കുറയ്ക്കും. അത് തന്നെയാണ് അവിടെ ചെയ്യേണ്ടത്. 24ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? 18നെ കുറയ്ക്കും. കാരണം നമ്മുടെ പൊതുവ്യത്യാസം എത്രയാണ്? 18 ആണ്. അപ്പോൾ 24ൽ നിന്ന് 18 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 24ൽ നിന്ന് 18 കുറച്ചാൽ എത്ര കിട്ടും? 6 അല്ലേ? 18 6 24. അപ്പോൾ നമുക്ക് അവിടെ ഫസ്റ്റ് ടൈമും കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിൽ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരാളെ തന്നിട്ടില്ല, പിന്നെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഇവിടെ 24 എന്നും 42 എന്നും തന്നിട്ടുണ്ട്.
ഓക്കെ, കുഴപ്പമില്ല. തൊട്ടു പുറകിലുള്ള സംഖ്യ 6 ആണെന്ന് നമുക്കറിയാം. തൊട്ടു മേളത്തെ ചോദ്യം നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? അതിന് പുറകോട്ട് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. 6 കുറയ്ക്കണം 18. 6 കുറയ്ക്കണം 18. 6ൽ നിന്ന് എങ്ങനെയാ 18 കുറയ്ക്കുക? 6 കുഞ്ഞു സംഖ്യയല്ലേ, 18 18 വലിയ സംഖ്യയല്ലേ. സിമ്പിൾ. 18 - 6 ചെയ്യുക. എത്ര? 18 - 6 12 അല്ലേ? 18 - 6 എത്ര? 12 ആണ്. 18 6 കുറച്ച് എത്രയാണ്? 12 ആണ്. ബട്ട് 6 - 12 ചെറിയ സംഖ്യ വലിയ സംഖ്യയാണ് കുറയ്ക്കുന്നത്. അപ്പോൾ ചെറുതിന്ന് വലുത് കുറച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ, സോ ആൻസർ എന്തായിരിക്കും? -12 -12. അപ്പോൾ നമുക്ക് അതും കിട്ടി -12. ഓക്കെ, 1, 2, 3 ക്വസ്റ്റ്യൻസിന് ആൻസറായി അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനായി, സെക്കൻഡ് ക്വസ്റ്റ്യനായി, തേർഡ് ക്വസ്റ്റ്യനായി. ഇനി എത്ര ഉണ്ട്? ഇഷ്ടം പടി ഉണ്ടല്ലേ. ഇനി നമുക്ക് 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞിക്കാര്യം കൂടി പഠിക്കണം. ഓക്കെ, ആ കുഞ്ഞിക്കാര്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, ലിസൺ. ഒരു സമാന്തര ശ്രേണിയുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 3 ടേമുകളാണ് ഇവിടെ എഴുതട്ടെ. എയും ബിയും സിയും എന്ന് വിചാരിക്കുക. അരിത്തമെറ്റിക് സീക്വൻസിന് അടുത്തടുത്ത 3 ടേമുകളാണ് എയും ബിയും സി എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഈ നടുക്കുള്ള ബിനെ നമുക്ക് അറിയില്ല എന്ന് വിചാരിക്കുക. നടുക്കുള്ള ബിനെ നമുക്ക് എന്ത് ചെയ്യില്ല? അറിയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ബി കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ബി = a + c/2. കുട്ടീനെ ഒരു ബോക്സിനകത്ത് അങ്ങ് വരച്ച് വെച്ചോട്ടോ. എന്ത് ചെയ്താൽ മതി? a + c/2. എയും ബിയും സിയും അടുത്തടുത്ത 3 ടേമുകളാണെങ്കിൽ നമുക്ക് നടുക്കുള്ള ബീനെ കിട്ടണമെങ്കിൽ, നടുക്കുള്ള എന്നെ കിട്ടണമെങ്കിൽ എനെ കൂട്ടുക, സീനെ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നെ കിട്ടും. ഓക്കെ, നടുക്കുള്ള ആളെ കിട്ടണം എന്ത് ചെയ്യണം? ഇവിടെ കൂട്ടുക, ഇവിടെ കൂട്ടുക, 2 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. മനസ്സിലായല്ലോ? അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ 4ാമത്തെ ചോദ്യത്തിൽ അങ്ങനെ ഒരാൾ കിടപ്പുണ്ട്. എങ്ങനെ ഒരാൾ കിടപ്പുണ്ട്? 4ാമത്തെ ചോദ്യം എന്താണ്? 24 24 നടുക്കില്ല, 42 അപ്പുറത്തേക്കില്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നടുക്കുള്ള അറിയില്ല. നടുക്കുള്ള ആളെ അറിയില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? 2 നമ്പറും കൂടി കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കണം. നമുക്ക് അത് തന്നെ ചെയ്യാന്നേ. ഏതാ? നമുക്ക് നീലം കൊണ്ട് എഴുതാം. ഓക്കെ, നമ്മളിവിടെ എഴുതാം 24 + 42/2. ഇതാണ് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ്. 24 42 ഇങ്ങനെ കൂട്ടാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ കൂട്ടാം. 24 + 42 എത്രയാ? 6 6 66. 66 ഹരിക്കണം 2 എത്ര കിട്ടും? 66ന്റെ പകുതി 33 എന്ന് നമുക്ക് കിട്ടും. സോ വി ഗോട്ട് ദ ആൻസർ 33 33. അടുത്തടുത്ത ടേമുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. കാരണം അടുത്തൊരു ടേം എഴുതണമെങ്കിൽ കോമൺ ഡിഫറൻസ് കിട്ടണം. അടുത്ത ടേം എഴുതണമെങ്കിൽ നമുക്ക് പൊതുവ്യത്യാസം അറിയണം, അത് കൂട്ടണം. അപ്പം നമുക്ക് ഇതിൻ്റെ പൊതുവ്യത്യാസം എത്രയാ? എങ്ങനെ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക? തൊട്ട് മുന്നത്തെ ടൈമിൽ നിന്ന് പുറകിലെ ടൈം കുറയ്ക്കുക. 42 ൽ നിന്ന് 33, 33 ൽ നിന്ന് 24, ഏത് വേണമെങ്കിലും കുറയ്ക്കാം. നമുക്ക് കുറച്ചേക്കാന്നേ, ഏത് വേണമെങ്കിലും കുറച്ചേക്കാം. ഏതാ കുറയ്ക്കണ്ടേ? ഇഷ്ടമുള്ള കുറച്ചു, ആ പ്രോബ്ലം. ഇവിടെ എഴുതാണേ 33 - 24. അപ്പോൾ 3 ൽ 4 കുറയ്ക്കാൻ പറ്റില്ല. സ്വാഭാവികമായിട്ട് നമ്മളിവിടെ കടം എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 13 കിട്ടി. ഇവിടെ എത്ര കിട്ടി? 2 ആയി. 13 ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ എത്രയാ? 13 ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 13 ൽ നിന്ന് 3 കുറച്ചാൽ 10. 13 ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ അപ്പോൾ 9. 2 ൽ നിന്ന് 2 കുറച്ചാൽ 0. സോ നമുക്ക് കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് കിട്ടി? പൊതുവ്യത്യാസം 9 ആണെന്ന് കിട്ടി. പൊതുവ്യത്യാസം 9 ആണെങ്കിൽ നമുക്ക് അടുത്ത ടൈം എഴുതണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 42ൻ്റെ കൂടെ 9 കൂട്ടിയാൽ മതി. 42ൻ്റെ കൂടെ 9 കൂട്ടി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 51 എന്ന ആൻസർ കിട്ടും. അപ്പോൾ അടുത്ത ടൈമും കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ഈ അരിത്തമെറ്റിക് സീക്വൻസ് വെച്ചുള്ളൊരു ചെറിയ ഗെയിം പോലത്തെ ഒരു സാധനമാണിത് കേട്ടോ. അങ്ങനെ നമുക്ക് ഏത് നമ്പർ കിട്ടി? 4ാമത്തെ ചോദ്യത്തിന് ഉത്തരവും കിട്ടി. ഇനി നമ്മൾ 5ാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. ഓക്കെ അല്ലേ? അപ്പം ഏതെങ്കിലും ഒന്നും മനസ്സിലാകാണ്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി വീഡിയോ എന്ത് ചെയ്യണം? റിവൈൻഡ് ചെയ്ത് കാണണം. ഒന്നും കൂടി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ സംഭവം എന്ത് ചെയ്യും? ക്ലിയർ ആവും. ഓക്കെ, 5ാമത്തെ ചോദ്യം. 5ാമത്തെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ
നമുക്ക് ആദ്യമുള്ള ആളെ അറിയില്ല. ഇവിടെ 24 തൊട്ടപ്പുറം അറിയില്ല. 42 42നും 24നും ഇടയ്ക്ക് 33 എന്നുള്ളത് നമുക്കറിയാം അല്ലേ? 33, കാരണം ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് അത്. ഓക്കെ, 24, 33, 42 ഇങ്ങനത്തെ സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ പൊതുവ്യത്യാസം 9 എന്നുള്ളത് നമുക്കറിയാം, നേരത്തെ ചെയ്തതാണ്. അത് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. തൊട്ട് മുന്നിത്തട്ടെ മുമ്പിൽ കിട്ടണമെങ്കിൽ കൂട്ടിപ്പോണം, പുറകിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. 24ൽ നിന്ന് 9 കുറച്ചാൽ. ഇനി കുറയ്ക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ കുറച്ചോ. 24ൽ നിന്ന് 10 കുറച്ചാൽ എത്രയാ? 14. ഓക്കെ, 10 കുറച്ചാൽ അപ്പോൾ 9 കുറച്ചാലോ? ഒന്ന് കൂടുതലായിരിക്കും അല്ലേ? അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 15. 15, 24, 33, 42. കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഓക്കെ, അങ്ങനെ 5ാമത്തെ ചോദ്യം നമ്മൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതിനകത്ത് ഒരു 6ാമത്തെ ചോദ്യമുണ്ട്. ഓക്കെ, അത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നില്ല. അടുത്ത വീഡിയോയിൽ 6ാമത്തെ ചോദ്യവും അതേപോലത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണത്. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് എന്തായാലും നന്നായി പഠിച്ചെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.